നമ്മുടെ സമൂഹത്തിൽ ചില അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പേർ ഇതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഒട്ടനവധി പേർ ഇതിനെ അനുകൂലിക്കുക തന്നെ ചെയ്യുന്നു. ചില നിമിത്ത ശാസ്ത്രങ്ങളിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ അന്ധവിശ്വാസമാണെന്നും ചിലതൊക്കെ ശരിയാണ് എന്നും വയ്ക്കുന്നു. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ അവളെ മഹാലക്ഷ്മിയായി കണക്കാക്കുന്നു. വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോഴും അവളെ മഹാലക്ഷ്മിയായി കണക്കാക്കുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചാൽ അതേ സ്ത്രീയെ ദുശ്ശകുനമായി കണക്കാക്കുന്നു. അതൊക്കെ ശരിയായ നടപടിയല്ല. അതൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് വളരെ വലിയ അന്ധവിശ്വാസമായി കണക്കാക്കുന്നു. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ അവളെ മഹാലക്ഷ്മിയായും വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ മഹാലക്ഷ്മിയായും, എന്നാൽ ഭർത്താവ് മരിച്ചാൽ അതേ സ്ത്രീയെ ദുശ്ശകുനവുമായി കണക്കാക്കുന്ന രീതി യോജിക്കാൻ കഴിയാത്തതാണ്. വിധവകളെക്കുറിച്ചും ചില തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭർത്താവ് മരിച്ച സ്ത്രീകളെ സമൂഹം ദുശ്ശകുനമായി കാണുന്നു. അവർ വീട്ടിൽ വന്നാൽ നിർഭാഗ്യമുണ്ടാകുമെന്നും ചെയ്യുന്ന കാര്യങ്ങൾ വിജയകരമാകില്ല എന്നും വിശ്വസിക്കുന്നു. ദുശ്ശകുനമായി കണക്കാക്കുന്ന പല ആചാരങ്ങളും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മൊട്ടത്തലയൻ, ഭ്രാന്തൻ, ജടകെട്ടിയ മുടിയുള്ള പുരുഷൻ, ഇവരെയൊക്കെ കണി കാണുക, അല്ലെങ്കിൽ ഇവരൊക്കെ നിമിത്തം വരിക, അതൊക്കെ നിമിത്തത്തിന് നല്ലതല്ല എന്ന് കണക്കാക്കുന്നു. അതായത് ഇവർ നിമിത്തമായി വന്നാൽ, ഒരു യാത്ര പോകുമ്പോൾ നിമിത്തമായി വന്നാൽ അത് ദുശ്ശകുനമായി കണക്കാക്കുന്നു. എണ്ണ തേച്ച ഒരാൾ, മുടന്തൻ, അന്ധൻ, രോഗി, ഇവരെയൊക്കെ കണി കാണുന്നതും അത്ര നല്ലതല്ല എന്ന് നിമിത്തശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നു. വൈദ്യൻ, തട്ടാൻ, കുശവൻ, സന്യാസി, ഒറ്റ ബ്രാഹ്മണൻ, ഇവരെ കണി കാണുന്നതോ അല്ലെങ്കിൽ ഇവർ നിമിത്തം വരുന്നതോ അത്ര നല്ലതല്ല. വിറക് കെട്ട്, ഈറൻ വസ്ത്രം, ഒഴിഞ്ഞ കുടം, ഉപ്പ്, ഇതൊക്കെ കണി കാണുന്നതോ അതല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് നിമിത്തം വരുന്നതോ ഒക്കെ അത്ര നല്ലതല്ല എന്ന് നിമിത്തശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നു. ആയുധങ്ങളായ അരിവാൾ, കോടാലി, കൈക്കൊട്ട്, ഇതൊക്കെ ദുർശകുനമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ മഴ പെയ്യുന്നത്, തുമ്മുന്നത്, വഴക്കുണ്ടാകുന്നത്, ഇതൊക്കെ ദുശ്ശകുനമായി കണക്കാക്കുന്നു. പന്നി കരയുന്നത്, പൂച്ച കരയുന്നത്, ഒരാൾ തല ഇടിക്കുന്നത്, അതുപോലെ തന്നെ ഒരാൾ ഒരു യാത്ര പോകുമ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ ദുർശകുനമായി കണക്കാക്കുന്നു. എന്നാൽ ചില അന്ധവിശ്വാസങ്ങളാണ് ഇതെന്നും ഇതിനകത്തൊന്നും യാഥാർത്ഥ്യമില്ല എന്നും കണക്കാക്കുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ഇതൊക്കെ പണ്ട് മുതലേ എഴുതി ചേർത്തിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നു. ഈ രോഗിയെ കണി കാണുമ്പോൾ, രോഗികൾ അടുത്തു വരുമ്പോൾ രോഗം പകരാനുള്ള സാധ്യത കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നും, ആയുധങ്ങൾ കാണുമ്പോൾ വഴക്ക്, രക്തം, മുറിവ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകാം എന്ന് കരുതുന്നതുകൊണ്ടും, വിറക് കെട്ട് ശവദാഹത്തിന് ഉപയോഗിക്കുന്നതിനാൽ നെഗറ്റീവ് ചിന്തകൾക്ക് കാരണമാകും എന്നും, പന്നി കരയുന്നത് പന്നികൾ രോഗാണുക്കളെ വഹിക്കുന്നതിനാൽ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് എന്നും, മഴ പെയ്യുന്നത് മഴ നനഞ്ഞാൽ ജലദോഷം വരാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടും, തലയിടിക്കുന്നത് കണ്ടാൽ ശ്രദ്ധക്കുറവിനെ സൂചിപ്പിക്കുന്നുവെന്നും, ഒഴിഞ്ഞ കുടം നെഗറ്റീവ് ചിന്തകളെയും പരാജയത്തെയും സൂചിപ്പിക്കുന്നുവെന്നും, ഒറ്റ ബ്രാഹ്മണൻ, ഈറൻ വസ്ത്രം മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടതിനാൽ ദുഃഖകരമായ ചിന്തകൾക്ക് കാരണമാകും എന്നുമൊക്കെയാണ് പറയുന്നത്. ഇതിന് ചില ന്യായയുക്തികളൊക്കെ ഉണ്ട്. വിധവകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇന്ത്യൻ ജ്യോതിഷപ്രകാരം സ്ത്രീകളെ ദൈവതുല്യമായി കണക്കാക്കുന്നു. എന്നിട്ടും വിധവകളെ ദുർശകുനമായി കാണുന്നത് തെറ്റാണ്. അത് ശരിയല്ല. അത് ഒട്ടും ശരിയുള്ള നടപടിയല്ല. വിധവകൾ ഒരു മരമോ ചെടിയോ നട്ട് അത് നന്നായി വളർന്നാൽ അവർക്ക് ഭാഗ്യമുണ്ടെന്ന് ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നു. നല്ല മനസ്സോടെ വരുന്ന വിധവകളെ ഭാഗ്യശാലികളായി കണക്കാക്കണമെന്നും അവരെ മാറ്റി നിർത്തുന്നത് വലിയ തെറ്റാണ് എന്നും നമുക്കറിയാൻ സാധിക്കും. ഭാഗ്യശാലികളാണ് സ്ത്രീകൾ. ഏതൊരു വീട്ടിൻ്റെയും ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, സമ്പൽ സമൃദ്ധിയാണ് ഇവർ. അവരൊരു ചെടി വച്ചാൽ തീർച്ചയായും അത് തഴച്ചു വളരുകയും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.